ഇറാൻ തിരിച്ചടിച്ചു. 100-ലധികം ഡ്രോണുകളാണ് ഇസ്രായേലിന്റെ നഗര പ്രദേശത്ത് തലങ്ങും വിലങ്ങും ആക്രമണം നടത്തിയത് എന്ന് ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു. സർവ്വമേഖലയും നശിപ്പിക്കുന്ന തരത്തിൽ നിരന്തരവും തുടർച്ചയായ രീതിയിലുമാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഡ്രോണിന്റെ പെരുമയ തങ്ങളുടെ രാജ്യത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് വന്നിരുന്നത്. ചിലതൊക്കെ ഞങ്ങൾക്ക് പ്രതിരോധിക്കാനും തകർക്കാനും വേണ്ടി സാധിച്ചു എന്ന തരത്തിലും, എന്നാൽ ചിലത് അത്യാഹിതമുണ്ടാകുന്ന തരത്തിൽ തങ്ങളുടെ രാജ്യത്ത് പതിച്ചിരിക്കുന്നു എന്നുള്ളത് ഇസ്രായേൽ സ്ഥിരീകരിക്കുകയും ചെയ്തു. എയർപോർട്ട് കേന്ദ്രീകരിച്ച് സൈനിക താവളങ്ങൾ, സൈനിക മേഖലകൾ, മൊസാദിന്റെ സെന്ററുകൾ, ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ഇവയെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ട് കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ആക്രമണ പരമ്പര തന്നെയാണ് ഇറാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ച് വല്ലാതൊന്നും കഴിയുന്നതിന് മുൻപ് തന്നെ തിരിച്ചടി നടത്തിയിരിക്കുന്നു എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇറാൻ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട സംഘർഷാവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് ആദ്യമായിട്ടുണ്ടാവുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ ഇത്ര ആക്രമണം നടത്തിയാൽ ഒരുപാട് ദിവസങ്ങൾ പിന്നിട്ട ശേഷം കൃത്യമായ രീതിയിൽ ആലോചിക്കുകയും ആസൂത്രണയും ചെയ്തതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ തിരിച്ചടി ഉണ്ടാവാറുള്ളത്. ഇറാൻ 2 പ്രാവശ്യം ഇസ്രായേലിനെ ആക്രമിച്ചതും ഇസ്രായേൽ ആക്രമിച്ച് ഏകദേശം 15 ദിവസം പിന്നിട്ട ശേഷമാണ് ആക്രമണം ഉണ്ടായത് എന്നുള്ളതിൽ നിന്നും വ്യത്യസ്തമായി ഇപ്പോഴുണ്ടായിരിക്കുന്നത് ടൈം കൊണ്ടുള്ള ആക്രമണമാണ്. ഇത് ഇസ്രായേലിനെ ഞെട്ടിപ്പിച്ചിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിന് ആക്രമണം ഉണ്ടാവും എന്ന് മനസ്സിലാക്കിയ ഇറാൻ ശക്തമായിരിക്കുന്ന തിരിച്ചടി നൽകാൻ പാകത്തിൽ ഡ്രോണുകളും മിസൈൽ സംവിധാനങ്ങളും അതിർത്തി കേന്ദ്രീകരിച്ചുകൊണ്ട് സംവിധാനിച്ചിട്ടുണ്ട് എന്നുള്ളതും 2000-ലധികം മിസൈലുകൾ ഇങ്ങനെ ആക്രമിക്കാൻ പാകത്തിൽ റെഡിയായി നിൽക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളും ഇറാന പോലെയുള്ള മീഡിയകൾ റിപ്പോർട്ട് ചെയ്തു. അതോടൊപ്പം തന്നെ ഇസ്രായേൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ദേശീയ അടിയന്തരാവസ്ഥ പ്രത്യേകമായിരിക്കുന്ന ഒരു സമയപരിധി ഇല്ലാതെ പ്രഖ്യാപിച്ചു എന്ന് പറയുന്നത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടുണ്ടാകുന്ന കാര്യമാണ്. അതിന് തുടർച്ചയായി കുറച്ച് നിബന്ധനകൾ ഇസ്രായേൽ സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുന്നു. ജനങ്ങൾക്കായിട്ടുള്ള നിബന്ധനകൾ. സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പൂർണ്ണമായിട്ട് അടച്ചു, ആശുപത്രികളിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി, എയർപോർട്ടുകൾ അടച്ചു, ഏതെങ്കിലും രാജ്യത്തു നിന്ന് പൗരന്മാർ വരുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിന് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. ഈ ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം, എമർജൻസി കേസുകളല്ലാത്ത രീതിയിലുള്ള ഒരു കാര്യത്തിനും ആശുപത്രി ആശ്രയിക്കരുത് എന്ന് രാജ്യത്തിലെ പൗരന്മാരോട് പ്രത്യേകമായിരിക്കും നിർദ്ദേശം നൽകി. അപ്പോൾ ഏത് തരത്തിലാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ആലോചിക്കാൻ വേണ്ടി ഇസ്രായേലിന്റെ സെനറ്റ് പ്രത്യേകമായിരിക്കുന്ന ഒരു രഹസ്യ യോഗം ചേരാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതേപോലെ തന്നെ ബങ്കറുകൾ അത്യാഹിതം പ്രതീക്ഷിച്ചുകൊണ്ട് ജനങ്ങൾ എന്ത് ചെയ്യണം? ബങ്കറുകളെ ആശ്രയിക്കണം എന്നുള്ളതാണ്. ബങ്കറുകളെ ആശ്രയിക്കുന്നതിന് പ്രത്യേകമായിരിക്കുന്ന ഒരു സമയപരിധി പറഞ്ഞിട്ടില്ല എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. സാധാരണഗതിയിൽ സൈറൺ മുഴങ്ങുന്ന സമയത്ത് രക്ഷപ്പെടാൻ വേണ്ടി ബങ്കറിൽ ഒളിച്ചിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് രാജ്യത്തിലെ പൗരന്മാർ സാധാരണഗതിയിൽ ചെയ്യാറുള്ളത്. പ്രത്യേകിച്ച് തലസ്ഥാന നഗരി പോലെയുള്ള ഭാഗങ്ങളിൽ അല്ലെങ്കിൽ നഗര പ്രദേശങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മുന്നറിയിപ്പുകൾ കിട്ടും. എന്നാൽ ഇപ്പോഴത്തെ ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട് യാതൊരു മുന്നറിയിപ്പും നൽകാൻ വേണ്ടി ഇസ്രായേൽ സർക്കാരിന് സാധിച്ചിട്ടില്ലെന്നും, അപ്രതീക്ഷിതമായ ആക്രമണം ആയതുകൊണ്ട് അലക്ഷ്യമായ രീതിയിൽ നടന്നു പോകുന്നവരെ പോലും സാരമായിട്ട് ബാധിക്കുകയും വലിയ രീതിയിലുള്ള ആഘാതം സംഭവിക്കുന്ന തരത്തിൽ അവിടെ ശബ്ദങ്ങൾ ഉണ്ടായിരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളൊക്കെ സാധാരണക്കാർ അഭിമുഖം നടത്തിയതിനോടനുബന്ധിച്ച് പറയുന്നുണ്ട്. ചില സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് തീപിടിക്കുന്നതും മിസൈലുകൾ വരുന്നതും പ്രതിരോധങ്ങളെ തകർത്തുകൊണ്ട് ലക്ഷ്യത്തിൽ പതിക്കുന്നതുമായിട്ടുള്ള ബന്ധപ്പെട്ട വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ ഈ അമേരിക്കയുടെ താഡ് സംവിധാനം, അത് പ്രതിരോധ സംവിധാനമാണ്. അതേപോലെ തന്നെ ഇസ്രായേലിന്റെ അയൺ ഡോം സംവിധാനം, ഇത് രണ്ടും തകർത്തെറിഞ്ഞുകൊണ്ടാണ് മിസൈലുകൾ നിമിഷ വേഗത്തിൽ പറന്നുകൊണ്ട് ലക്ഷ്യം കണ്ടത് എന്ന തരത്തിലുള്ള വിവരമാണ് പുറത്തുനിന്ന്. അപ്രതീക്ഷിതമായിരിക്കുന്ന ഒരു അക്രമമാണ് അല്ലെങ്കിൽ പ്രത്യാക്രമണമാണ് ഇറാന്റെ ഭാഗത്ത് ഉണ്ടായത് എന്നതിനാൽ വലിയ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ പ്രതിരോധം ഉണ്ടാക്കാനോ ഇസ്രായേൽ സാധിച്ചിട്ടില്ലെന്ന് അവർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അഭിപ്രായപ്പെടുകയും ചെയ്തു. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഞായറാഴ്ച ഈ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചർച്ച ഞായറാഴ്ചകൾക്ക് വെച്ചത് ഇറാൻ പിന്മാറാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതും, ഇനി അത്തരം ഒരു ചർച്ചയുടെ ആവശ്യമില്ല, തങ്ങളുടെ രാജ്യത്തിലേക്ക് എത്തിയിരിക്കുന്ന ആക്രമികളെ തീർച്ചയായിട്ടും തങ്ങൾ കൈകാര്യം ചെയ്യും, അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് എല്ലാവിധ സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതും, കൈപ്പേറിയതും വേദനാജനകവുമായിരിക്കുന്ന ശിക്ഷ സയനിസത്തിനെ തേടിയെത്തുമെന്നാണ് ഇറാന്റെ ആത്മീയ നേതാവ് ആയത്തുള്ള ഖമേനി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്, ഈ അക്രമവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്.
ബാലിസ്റ്റിക് മിസൈലിൻ്റെ പെരുമയെ എനിക്ക് കാണാൻ വേണ്ടി സാധിച്ചു എന്ന് ജൂത വിഭാഗങ്ങൾ ഒരു സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് ഇട്ടു എന്നുള്ളതും, അതോടൊപ്പം തന്നെ അതിൽ സർക്കാർ ഇടപെട്ടുകൊണ്ട് അത് ക്യാൻസൽ ചെയ്യിപ്പിച്ചു അല്ലെ ഡിലീറ്റ് ചെയ്യിപ്പിച്ചു എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വരുന്നു. ഏതായിരുന്നാലും ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യങ്ങളും അവസ്ഥകളും കൃത്യമായ രീതിയിൽ വിലയിരുത്താൻ സാധിക്കാത്ത വിധം ഇനിയൊരു ആക്രമണ പരമ്പര തന്നെ ഇറാന്റെ ഭാഗത്ത് ഉണ്ടാവും എന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നു. പരമാവധി സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട നേതാക്കളെല്ലാം ഇപ്പോൾ ബങ്കറിലാണ്. ബങ്കറിൽ നിന്നാണ് കാര്യങ്ങൾ നിരീക്ഷിക്കുന്നത്. എന്നാൽ ഈ ബങ്കറിലേക്കും അക്രമം തേടിയെത്തുമെന്നുള്ള ഒരു ഭയം യഥാർത്ഥത്തിൽ അവർക്കുണ്ട്. കാര്യം എന്ന് പറയുന്നത് ഇസ്രായേൽ രാജ്യത്തിന്റെ പരമാവധി ആയുധ സൈനിക മേഖല കേന്ദ്രീകരിച്ചും അവിടുത്തെ ഭരണാധികാരികളുടെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും എല്ലാം അതിൻ്റെ എല്ലാം രഹസ്യങ്ങൾ ചോർന്നു പോയിരിക്കുന്നു. ഇതെല്ലാം രേഖപ്രകാരം ഇറാന്റെ കൈവശത്തിൽ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കിട്ടിയിരിക്കുന്നു എന്നുള്ള വിവരം അറിഞ്ഞതോടനുബന്ധിച്ചാണ് ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് എന്നുള്ളൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾക്ക് ഇതിൽ പങ്കാളിത്തമൊന്നും ഇല്ല എന്ന് അമേരിക്ക പറയുന്നുണ്ടെങ്കിലും സാധാരണഗതിയിൽ ഇസ്രായേൽ ഏതൊരു ആക്രമണം നടത്തി കഴിഞ്ഞാലും അമേരിക്ക ഈ പങ്കാളിത്തം നിഷേധിക്കാറുണ്ട്. എന്നാൽ അവരത് തീർച്ചയായിട്ടും അത് ഉണ്ടാവാറുണ്ട്. ഇസ്രായേൽ സൈനികരുടെ യൂണിഫോമിൽ ചില അമേരിക്കൻ സൈനികരെ ഗസയിൽ വെച്ച് കണ്ടിരുന്നു എന്നുള്ളത് ഒരു അൽ ജസീറ പോലെയുള്ള ഒരു അറബ് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. വലിയ വിവാദമായിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ അവർ യുദ്ധത്തിൽ സജീവമായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറയുന്നത് ബെൻഗൂരിയൻ എയർപോർട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് ഏറെക്കുറെ 14ഓളം മിസൈലുകൾ വന്നു. ബെംഗളൂരു എയർപോർട്ടിന്റെ ഒരു ഭാഗം കത്തുന്നതായിരിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നു. ജനം ഭയന്നോടുന്നതിന്റെ ചില ചിത്രങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചു. അതോടൊപ്പം തന്നെ ഈ എയർപോർട്ട് അനിശ്ചിതകാലത്തേക്ക് അടിച്ചതായിരിക്കുന്ന പ്രഖ്യാപനം വന്നു. മൊത്തത്തിലുള്ള എയർപോർട്ടുകളിൽ അടിച്ചതാണ്. ആകാശ പാതയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതും രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഞെടുക്കമുളവാക്കുന്ന ഒരു സ്ഥിതിയാണ് നിലവിൽ നിൽക്കുന്നത്. സർവ്വ മേഖലയുള്ള അതിർത്തിയിലും ഇപ്പോൾ വലിയ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ടെങ്കിൽ പോലും സുരക്ഷാ സൈനികർ പോലും സുരക്ഷിതരല്ലെന്നുള്ള ഒരു വിശ്വാസം ഇപ്പോൾ സൈനികർക്കുണ്ടായിരിക്കുന്നു. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. മണ്ടത്തരവും ചരിത്രപരമായിരിക്കുന്ന മണ്ടത്തരമാണ് ഇപ്പം ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു ഇറാനെ ആക്രമിച്ചതോടുകൂടി ഉണ്ടായിരിക്കുന്നത്. അതിന് ഇറാൻ പറഞ്ഞിരിക്കുന്ന മറുപടി അതും ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയാണ്. അതിൽ അവർ പ്രത്യേകമായി എടുത്തു പറയുന്നത് ഞങ്ങളല്ല ആക്രമിച്ചത്, അവർ ഞങ്ങളെയാണ് ആക്രമിച്ചത് എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം തിരിച്ചടിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് അവകാശവും അധികാരവുമുണ്ട്. അതിൻ്റെ ആ തിരിച്ചടി വളരെ ശക്തമായിരിക്കും. അതിന് ആയത്തുള്ള അലി ഖംനായി അതിന് ഉത്തരവ് നൽകിയിരിക്കുന്നു. ആയതിനാൽ അതിന് ഇനി വെച്ച് താമസിപ്പിക്കേണ്ട കാര്യങ്ങളൊന്നും ഇല്ല എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ലോകാടിസ്ഥാനത്തിൽ ഈ വിഷയം വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നു. അതോടനുബന്ധിച്ച് തന്നെ യുദ്ധ വിരാമങ്ങൾ അല്ലെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് രണ്ട് രാജ്യങ്ങൾ മുന്നോട്ട് വരണമെന്ന് അറബ് രാജ്യങ്ങൾ പറയുന്നു. എന്നാൽ ഈ അക്രമ പരമ്പരകൾ അവസാനിക്കില്ലെന്നും ഇത് തങ്ങളുടെ ആരംഭമാണെന്ന് ഇസ്രായേൽ പറഞ്ഞതിന് പ്രതികാരമായ രീതിയിൽ ഇറാൻ അതിന് പ്രതികരിക്കുകയും ചെയ്തു. അതോടുകൂടി മേഖല യുദ്ധത്തിൻ്റെ ഏറ്റവും വലിയ രൂക്ഷമായിരിക്കുന്ന മേഖലയായിട്ട് മാറാനുള്ള സാധ്യതകൾ വിലയിരുത്തുന്നു. അതിനോടനുബന്ധിച്ചിപ്പോൾ മറ്റൊരു കാര്യം പറയുന്നത് വന്നിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്. ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത് ഏത് റൂട്ട് ഉപയോഗിച്ചാണ് എന്നതിനെക്കുറിച്ച് ഇറാൻ അന്വേഷിക്കുന്നു. കടൽ ചെങ്കടലുമായി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ആക്രമണമാണോ അതല്ല കരമാർഗത്തിൽ അറബ് രാജ്യങ്ങൾ ഏതെങ്കിലും സഹകരിച്ചു കൊണ്ടുള്ള ആക്രമണമാണോ നടന്നത് എന്നുള്ളതും അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്രായേലിൽ നിന്ന് തന്നെയാണോ യുദ്ധവിമാനങ്ങൾ ഉയർന്നത് അതല്ലെങ്കിൽ ഏതെങ്കിലും അറബ് രാജ്യത്തെ അമേരിക്കയുടെ സൈനിക താവളത്തിൽ നിന്നാണോ എന്നുള്ള കാര്യം പരിശോധിച്ചു വരുന്നു. ജോർദാന്റെ ആകാശപാത അടച്ചതായിരിക്കുന്ന വിവരങ്ങൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ആകാശപാത അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട ആകാശപാത അടച്ചിരിക്കുന്നു. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കാതിരിക്കാൻ വേണ്ടിയാണ് എന്ന് ചില റിപ്പോർട്ടുകൾ കാണുന്നു. എന്നാൽ ഇസ്രായേൽ ഇറാനെ ആക്രമിക്കാതിരിക്കാനാണ് എന്നുള്ള മറ്റൊരു റിപ്പോർട്ടും കാണുന്നു. ഏതാണെന്നുള്ള ഒരു വ്യക്തതയില്ല. ഏതായിരുന്നാലും ഇത്ര 100-ലധികം യുദ്ധവിമാനങ്ങൾ പങ്കെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു. ചില റിപ്പോർട്ട് കാണുന്നു 200ഓളം ഫൈറ്റർ ജെറ്റ് വിമാനങ്ങൾ പങ്കെടുക്കുകയും 300 ഇടങ്ങളിലായിട്ട് ഈ സ്ഫോടനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. 300 ഇടങ്ങളിൽ നടത്തിയ സ്ഫോടനത്തിന്റെ ചിത്രങ്ങളൊന്നും ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. അവർ പറയാന്നല്ലാതെ കാര്യം എന്ന് പറഞ്ഞാൽ 3-4 ബിൽഡിംഗ് മധ്യത്തിൽ ഈ സ്ഫോടനം നടക്കുകയും തകരുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ മരണപ്പെട്ടവരുടെ നേതാക്കന്മാരുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. അവരിങ്ങനെ പറയുന്ന രീതി നോക്കുകയാണെങ്കിൽ 200 ഫൈറ്റർ ജെറ്റ് വിമാനം 300-ലധികം ബോംബ് ഇട്ടിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ
ഇറാന്റെ തലസ്ഥാനമായിരിക്കും തെഹ്റാൻ എന്ന് പറയുന്ന ഒരു പ്രദേശം തന്നെ കാണില്ല. അത്രയ്ക്ക് ശക്തമായിരിക്കുന്ന ആക്രമണമായിരിക്കും നടത്തിയിട്ടുണ്ടാവുക ഒരു പറഞ്ഞ സ്ഥിതി ആണെങ്കിൽ. അപ്പോൾ അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. 10-20 ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്ന് ചില അറബ് പത്രങ്ങൾ വിലയിരുത്തുന്നു. അതിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ വളരെ പ്രാധാന്യമായ രീതിയിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് റൂട്ടിലൂടെ ഇസ്രായേൽ ആക്രമണം നടത്തി എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇറാൻ ഏത് റൂട്ട് ഉപയോഗിച്ചിട്ടാണ് ഇസ്രായേലിന് ആക്രമണം നടത്തി എന്നുള്ളതും ഇതിൽ വളരെ പ്രാധാന്യമായിരിക്കുന്ന വിഷയമാണ്. ഏതായിരുന്നാലും സർവ്വ യുദ്ധ സംവിധാനത്തോടു കൂടി ശക്തമായിരിക്കുന്ന തിരിച്ചടി വരും ദിവസങ്ങളിൽ ഇറാൻ നടത്തും എന്ന് ഇറാന്റെ റവല്യൂഷണറി കമാൻഡർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുകയാണ്.